വണ്ടി മഹേന്ദ്ര താറാണ്. വണ്ടി ഏകദേശം 6000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇതിനകത്ത് എന്താ വെച്ചാൽ ഈ വണ്ടിക്ക് ഓട്ടം തീരെ കുറവാണ്. അപ്പം നമ്മൾ ഈ ഒരു 2 ഇയറായിട്ട് വണ്ടി ഈ ഒരു കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. വണ്ടിക്ക് ഓട്ടമില്ല. പക്ഷേ നമ്മൾ ജനറലായിട്ട് ചെയ്യുന്ന സർവീസ് ഇതിനകത്ത് ചെയ്യണം. ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിൽ ഫിൽറ്റർ, അതുപോലെ തന്നെ 4 ബ്രേക്ക് അഴിച്ചൊന്ന് ക്ലീൻ ചെയ്യണം. എയർ ഫിൽറ്റർ ഒന്ന് അഴിച്ച് എന്താ കണ്ടീഷനുള്ളത് നോക്കണം. അപ്പോൾ കൂടുതലും ഓഫ് റോഡ് മാത്രമേ പോകാറുള്ളൂ ഇതിനകത്ത്, അല്ലാതെ നോർമൽ റണ്ണിങ്ങിന് ഇത് എടുക്കാറില്ല. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ റണ്ണിങ്ങിന് അത്ര വലിയ സുഖം ഉണ്ടായില്ല. നമ്മൾ കാറ് പോകുന്ന ഒരു ഫീലിംഗ് ഇതിനകത്ത് കിട്ടൂല. അപ്പോൾ കസ്റ്റമർക്ക് വേറെ വണ്ടി ഉള്ളത് കൊണ്ട് ഇത് ഓഫ് റോഡ് പോകാൻ മാത്രമേ ഈ വണ്ടി എടുക്കുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും കിലോമീറ്റർ ആയിട്ടുള്ളൂ, ഇത്രയും വർഷമായിട്ട് ലോ കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത്. വണ്ടി ഇയർ എന്ന് പറയുന്നത് 2019 മോഡൽ വണ്ടിയാണ്. 2019 ഫസ്റ്റ് മോഡൽ വണ്ടിയാണ്. അപ്പോൾ അതിന് നോർമൽ റണ്ണിങ് അല്ലാത്തത് കൊണ്ട് കിലോമീറ്റർ റണ്ണിങ് കുറവാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സസ്പെൻഷൻ പാർട്സുകൾ കംപ്ലീറ്റും ചെക്ക് ചെയ്യണം. അതുകൂടാതെ ഇതിന് നേരത്തെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവ് ബെൽറ്റിൻ്റെ ഇടയിൽ വണ്ടി എടുക്കാത്തത് കൊണ്ട് ഡ്രൈവ് ബെൽറ്റിൻ്റെ ഇടയിൽ എലി വന്ന് കിടന്നിട്ട് കസ്റ്റമർ ശ്രദ്ധിച്ചില്ല. ആരും ബോണ്ട് തുറന്ന് നോക്കില്ലല്ലേ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ആ എലി അതിൻ്റെ അടുത്ത് ഇറങ്ങി ബെൽറ്റൊക്കെ പൊട്ടി. പക്ഷേ കസ്റ്റമർ ഇത് അറിഞ്ഞിട്ടേ ഇല്ല. വണ്ടി എടുത്ത് ഡ്രൈവ് ചെയ്യായിരുന്നു. ഡ്രൈവ് ചെയ്ത് ബാറ്ററിയുടെ വാർണിംഗ് ലൈറ്റ് കത്തുന്നുണ്ട്, പക്ഷേ കസ്റ്റമർ ശ്രദ്ധിക്കുന്നില്ല. എന്നിട്ട് വഴിയിൽ നിന്ന് പിന്നെ വിളിച്ച് ബെൽറ്റൊക്കെ മാറ്റിയിട്ടാണ് വണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ വാട്ടർ പമ്പ് ഒന്ന് വർക്ക് ചെയ്താണ് വണ്ടി ഓടിയിരിക്കുന്നത്. പക്ഷേ വലിയ കിലോമീറ്റർ ഓടാത്തത് കൊണ്ട് വലിയ കംപ്ലൈൻ്റ് ഒന്നും വന്നിട്ടില്ല. എന്തായാലും നമ്മൾ അതിൻ്റെ കൂടെ തന്നെ റേഡിയേറ്ററിൻ്റെ കൂളൻ്റ്, അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ഫുള്ളായിട്ട് A to Z ഒന്ന് ചെക്ക് ചെയ്തിട്ട് റിപ്പയർ ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് ഒരു 10K സർവീസ്, 10,000 കിലോമീറ്ററിൻ്റെ സർവീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീസൽ ഫിൽറ്റർ ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല. ഡീസൽ ഫിൽറ്ററൊക്കെ ഇതിനൊക്കെ 1 ലാഖിലൊക്കെ മാറ്റിയാൽ മതി. 1 ലാഖ് ഇല്ലാന്നുണ്ടെങ്കിൽ 40,000 മാറ്റിയാൽ മതി. അപ്പോൾ ഡീസൽ ഫിൽറ്റർ ഒന്നും മാറുന്നില്ല. എയർ ഫിൽറ്ററിൻ്റെ കണ്ടീഷൻ നോക്കണം. ഓഫ് റോഡ് ആയതുകൊണ്ട് എയർ ഫിൽറ്റർ പെട്ടെന്ന് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എയർ ഫിൽറ്റർ നോക്കുന്നുണ്ട്, അതുപോലെ ഓയിൽ ഫിൽറ്റർ, അതുപോലെ സസ്പെൻഷൻ പാർട്സ്, അതുപോലെ തന്നെ ബ്രേക്കുകൾ കംപ്ലീറ്റ്. നമ്മൾ ബ്രേക്കുകൾ കംപ്ലീറ്റ് കഴിച്ചിട്ടുണ്ട്. ഇത് ഓഫ് റോഡ് കൊണ്ടുപോകുന്നതാണ് ഇത്രയും അഴുക്കും കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നത്. അല്ല, ഫ്രണ്ടിലെ ബ്രേക്ക് പാഡൊന്നും കുഴപ്പമില്ല. നമുക്ക് പാഡൊക്കെ ഒന്ന് അഴിച്ചിട്ട് കാലിപ്പർ പിന്നൊക്കെ ഗ്രീസ് ചെയ്തിട്ടിട്ടാൽ മതി. ഇപ്പോൾ കാലിപ്പർ പിന്നൊക്കെ ഗ്രീസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ കണ്ടോ, ഈ സൈഡ് കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞാൽ പാഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കാലിപ്പർ പിന്നെ ഗ്രീസ് ചെയ്തിട്ട് റെഡിയാക്കിയിട്ടിരിക്കുന്നത്. അപ്പുറ സൈഡും കൂടെ നോക്കാനുണ്ട്. അതുപോലെ തന്നെ റിയറിൽ എപ്പോഴും നമ്മൾ ചെയ്യുമ്പം അത് വെള്ളം അടിച്ചിട്ട് വേണം ക്ലീൻ ചെയ്യാനായിട്ട്. ഡയറക്റ്റ് എയർ അടിക്കാതിരിക്കുക. ഡയറക്റ്റ് എയർ അടിച്ചു കഴിഞ്ഞാൽ അത് ആസ്പെറ്റോസ് ആണ്. അത് സ്മെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ ആരോഗ്യത്തിന് തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് വെള്ളം അടിച്ചിട്ട് വേണം ബാക്കിലെ ബ്രേക്ക് ഷൂ ഒക്കെ ക്ലീൻ ചെയ്യാം. വെള്ളം അടിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം നല്ലോണം എയർ അടിച്ച് ക്ലീൻ ചെയ്ത് എമറി പേപ്പർ ഇട്ടിട്ട് വേണം വണ്ടി ഡ്രം കയറ്റാനായിട്ട്. എല്ലാ ദിവസവും നമ്മൾ വെള്ളം അടിച്ച് അങ്ങനെ ഡയറക്റ്റ് കയറ്റിയാലും ഡ്രമ്മിലേക്ക് അത് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് ഹാൻഡ് ബ്രേക്ക് വലിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അതും ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ അത് വെള്ളം അടിച്ചതിന് ശേഷം പിന്നെ എയർ അടിച്ചിട്ട് പിന്നെ എമറി പേപ്പർ ഇട്ട് പക്ക ക്ലീൻ ചെയ്തിട്ട് വേണം വണ്ടി ഡ്രമ്മ് കയറ്റാനായിട്ട്. അതുപോലെ തന്നെ അത് കയറ്റുന്നതിന് മുമ്പ് ഹാൻഡ് ബ്രേക്കും ഒരു 2-3 ടീത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം കയറ്റാനായിട്ട്. ഇനിയിപ്പോൾ ഇതിൽ ഓയിൽ ഫിൽറ്റർ അഴിക്കാനായിട്ട് താഴെയാണ് വരുന്നത്. ഇതിൻ്റെ അടിയിൽ വരും, ഡ്രെയിനിട്ടും ഏകദേശം 7 ലിറ്റർ ഓയിലാണ് ഇതിനകത്ത് വരുന്നത്. ബെൽറ്റ് ഇപ്പോൾ ഇതിനകത്ത് പുതിയതായിട്ടിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഓയിൽ ഡ്രെയിനിട്ട് വരുന്നത്. ഡ്രെയിനിട്ട് അഴിച്ച് കഴിഞ്ഞാൽ ഓയിൽ കംപ്ലീറ്റും ഫുള്ളായിട്ട് പുറത്ത് വരും. അതുപോലെ ഓയിൽ ഫിൽറ്റർ ഈ സൈഡാണ് വരുന്നത്. ഓയിൽ ഫിൽറ്റർ മഹേന്ദ്രയുടെ തന്നെ ഓയിലാണ് നമ്മളിടുന്നത്. മഹേന്ദ്രയുടെ തന്നെ ഓയിൽ തന്നെയാണ് പാർട്സ് ഇതിനകത്ത് ഇടുന്നത്. ഏകദേശം 200 രൂപ വില വരുന്നുണ്ട് ഓയിൽ ഫിൽറ്റർ. പിന്നെ ഇതിൽ സിന്തറ്റിക് ഓയിൽ 5W30 ഓയിലാണ് ഇരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മഹേന്ദ്ര മെയിനായിട്ട് പറയുന്നത് 10,000 to 15,000 കിലോമീറ്ററാണ് സർവീസ് പറയുന്നത്. അപ്പോൾ അത്രയും ഓടുന്നുണ്ടെങ്കിൽ സിന്തറ്റിക് ഓയിൽ തന്നെ ഇതിനകത്ത് വേണം. സിന്തറ്റിക് ഓയിൽ ഒഴിച്ചാൽ തന്നെ അതിന് എഞ്ചിന് കറക്റ്റ് പെർഫോമൻസ് ഇതിനകത്ത് വരുള്ളൂ. അപ്പോൾ 5W30 ആണ് ഇതിനകത്ത് ഒഴിക്കുന്നത്. പിന്നെ അതുപോലെ ഓഫ് റോഡ് ആയതുകൊണ്ട് നമ്മൾ മെയിനായിട്ട് ചെക്ക് ചെയ്യേണ്ടത് പ്രൊപ്പലർ ഷാഫ്റ്റുകളാണ്. പ്രൊപ്പലർ ഷാഫ്റ്റ് ബാക്കും ഫ്രണ്ട്, ഇത് 4 വീൽ ഡ്രൈവ് ആയതുകൊണ്ട് ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും വരുന്നുണ്ട്. ഡബിൾ ഗിയർ ബോക്സ് ആണ് വരുന്നത്. ഒന്ന് 4 ഗിയർ. അതിനെ ശരിക്കും പറയാം ട്രാൻസാക്ഷനും ട്രാൻസ്മിഷൻ അങ്ങനെ പറയുന്നത്. അപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും പ്രൊപ്പലർ ഷാഫ്റ്റ് ഇതിൻ്റെ സ്റ്റാർ ജോയിൻറ്റ് മെയിനായിട്ട് ചെക്ക് ചെയ്യണം. ഓഫ് റോഡ് ആയതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ അടി വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇതിൽ നമ്മൾ ചെക്ക് ചെയ്ത് കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ
സസ്പെൻഷൻ പാർട്സിൽ ലോവർ ആമിൽ മെയിനായിട്ട് പെട്ടെന്ന് പോകാൻ ചാൻസ് ഉള്ളത് കട്ട് റോഡിലൊക്കെ പോകുന്നതുകൊണ്ട് ഇതിൻ്റെ ബുഷുകൾ കംപ്ലീറ്റ് വേഗം പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഈ ലോവർ ആമിൻ്റെ ബുഷുകൾ. അപ്പോൾ ഈ ബുഷുകൾ കംപ്ലീറ്റ് നോക്കി കുഴപ്പമൊന്നുമില്ല, വേറെ പാർട്സിന് യാതൊരു ബുദ്ധിമുട്ടില്ല. അതുപോലെ ഫ്രണ്ട് ആക്സിലാണെന്നുണ്ടെങ്കിൽ അറ്റത്ത് വരുന്നത് നമുക്ക് ഡ്രൈവ് ഷാഫ്റ്റാണ്. നമ്മുടെ സാധാ വണ്ടികളിലൊക്കെ കാറിലൊക്കെ വരുന്ന പോലെ ഡ്രൈവ് ഷാഫ്റ്റാണ് വരുന്നത്. വേണ്ട ഡ്രൈവ് ഷാഫ്റ്റ്. അപ്പോൾ അതിൻ്റെ ബൂട്ടുകൾ കംപ്ലീറ്റും പക്കയായിട്ട് നോക്കണം. എന്നുവെച്ചാൽ കല്ല് എന്തെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പിന്നെ അണ്ടർ ബോഡിയിൽ വേറെ ഹിറ്റഡോ അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടോ ഒന്നുമില്ല, പക്കയായിട്ട് തന്നെ ഇരിക്കുന്നത്. ഓഫ് റോഡാണെങ്കിൽ ആൾ സൂക്ഷിച്ചാണ് കൊണ്ടു നടക്കുന്നത്. അതുപോലെ തന്നെ അപ്പറാമിൻ്റെ ബുഷ് അതൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പറാമിൻ്റെ ബുഷ് കംപ്ലൈൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഇതിപ്പോൾ ഈ താഴത്തേക്ക് ഇറങ്ങിയാൽ നിൽക്കുന്നത്. കംപ്ലൈൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് പൊങ്ങും. എന്നിട്ട് ഈ ഒരു വാഷറും ഇതും തമ്മിൽ കറക്റ്റ് ലെവലിൽ നിൽക്കും. അങ്ങനെയാകുമ്പോൾ അപ്പറാം ബുഷ് പോയെന്ന് മനസ്സിലാക്കാം നമുക്ക്. ഇപ്പോൾ ഇതിലൊക്കെ പക്കയാണ്, നോർമലാണ്, ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് ഈ ബുഷ് ചെറുതായിട്ടൊരു വീക്ക് ഉണ്ട്, അതുകൊണ്ടാണ് കുറച്ച് നീങ്ങി നിൽക്കുന്നത്. ആ കാര്യമില്ല, വലിയ ബുദ്ധിമുട്ടുള്ള കേസല്ല. പിന്നെ ബോൾ ജോയിൻ്റ്, അപ്പറാം ബോൾ ജോയിൻറ്റ്, അതുപോലെ തന്നെ താഴെ ഒരു ലോവറാം ബോൾ ജോയിൻറ്റും വരുന്നുണ്ട്. ആ ബോൾ ജോയിൻറ്റിനും ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ ഒരു മൈനസ് എന്തെങ്കിലും ഇട്ടിട്ട് തിക്കി നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ഷേക്ക് ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഡിസ്കിൽ നമ്മൾ ബ്രേക്ക് ഡിസ്കിൽ നോക്കുമ്പോൾ ഇതിൻ്റെ സ്കോറിങ് എന്തെങ്കിലും വീണിട്ടുണ്ടോയെന്ന് നോക്കണം. പഴയ പാഡാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് അങ്ങനെ തന്നെ വെച്ചോടാം. ഇല്ലാന്നുണ്ടെങ്കിൽ പുതിയ പാഡ് നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ ഇത് ഒന്നിൽ സ്വിം ചെയ്ത് എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഡിസ്ക് മാറണം, മനസ്സിലായി. പിന്നെ അതുപോലെ ബാലൻസ് റോഡിൻ്റെ ലിങ്ക് റോഡിൻ്റെ ബുഷാണിത്, കട്ട് ബുഷ്. അതിനൊന്നും ഡാമേജ് ഒന്നുമില്ല. ഡ്രൈവ് ഷാഫ്റ്റ് മെയിനായിട്ട് നോക്കുക. എന്താ വെച്ച് കഴിഞ്ഞാൽ കല്ലിൽ അടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ ബൂട്ട് പൊട്ടി അതിൻ്റെ ഉള്ളിലുള്ള ഗ്രീസ് മൊത്തം പുറത്ത് പോയി കഴിഞ്ഞാൽ വണ്ടി പെട്ടെന്ന് തന്നെ ഡ്രൈവ് ഷാഫ്റ്റിന് കംപ്ലൈൻറ്റ് വരും. അതുപോലെ വണ്ടി ഓടിച്ചെടുക്കുമ്പോഴൊക്കെ നല്ല സൗണ്ട് കടകടാന്നുള്ള സൗണ്ട് വരും. അതുപോലെ പൊട്ടാനും ചാൻസ് കൂടുതലാണ്, ബോൾസൊക്കെ പുറത്ത് ചാടാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഇതാണ് സ്റ്റിയറിംഗ് റാക്കിൻ്റെ ബൂട്ട്, അതുപോലെ സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ്, ടൈറോഡ് എൻഡ്. ഇതിൻ്റെ എല്ലാം ബൂട്ട് നമ്മൾ മെയിനായിട്ട് നോക്കണത്. ക്രാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻഡ് മാറ്റി വിടുക. ഇത് അതുപോലെ സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ് ബൂട്ട് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ബൂട്ട് മാറ്റിവിടുക. അതല്ലാന്നുണ്ടെങ്കിൽ ബൂട്ടൊക്കെ കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ മാറ്റാതിരുന്ന് കഴിഞ്ഞാൽ അത് റാക്കിലേക്ക് തന്നെ ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ റാക്കിൽ മെറ്റലാണ്, അതുകൊണ്ട് ഉള്ളിൽ വെള്ളം നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തുരുമ്പ് പിടിച്ച് റാക്ക് മൊത്തം കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ചെക്ക് ചെയ്ത് കുഴപ്പമൊന്നുമില്ല. നമ്മൾ A to Z കാര്യങ്ങൾ ഇതിനകത്ത് നോക്കിയിട്ടുണ്ട്, വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഇതിപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് ഒന്ന് അറിയിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അതുപോലെ തന്നെ ബാറ്ററി ടെർമിനലിൽ ഏതെങ്കിലും ക്ലാവ് പിടിക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുന്നുള്ളത് നോക്കുക. കൂടുതൽ നിൽക്കുന്ന വണ്ടി ആയതുകൊണ്ട് നമ്മളത് മെയിനായിട്ട് തന്നെ നോക്കണം. അതുപോലെ ബാറ്ററി ലൂസ്, അതിൻ്റെ ഗ്രാവിറ്റി, വാട്ടറിൻ്റെ ഗ്രാവിറ്റി അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു. കുഴപ്പമൊന്നുമില്ല, 2.4 ഗ്രാവിറ്റി ഉണ്ട്, അതൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ അതുപോലെ കൂളൻ്റ് ടാങ്കിൽ റിസർവോയർ ടാങ്കാണ്. അതിലെപ്പോഴും ഈ ഹൈ ലെവലിൽ മാത്രം മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ഇതിൻ്റെ മേലെ വെള്ളം നമ്മൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 മിനിറ്റ് മേലെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ അതിന്ന് റേഡിയേറ്ററിൽ നിന്ന് വെള്ളം ഇതിലേക്ക് വരുമ്പോൾ ഓവർഫ്ലോ പുറത്ത് വരും. ആ പുറത്ത് വരാതിരിക്കാനാണ് ഈ ലെവലിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ റേഡിയേറ്ററിൽ നിന്ന് ഇങ്ങോട്ട് വെള്ളം വന്നാൽ നമുക്ക് ഏകദേശം ഈ ലെവലിൽ നിൽക്കും, പുറത്ത് ചാടില്ല. അല്ല കുറവാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വലിച്ചെടുക്കുക. അതിൽ വേക്കം ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് വെള്ളം വലിച്ചെടുക്കുമ്പോൾ ഏകദേശം ഈ റേഞ്ചിലാവും. അത് കയറി ഇറങ്ങിക്കൊണ്ടിരിക്കും, സ്റ്റില്ലായി നിൽക്കില്ല. അപ്പോൾ അതിന് കറക്റ്റ് ഈ മാർക്കിങ്ങിൽ തന്നെ, ഹൈ ലെവൽ മാർക്കിൽ തന്നെ കറക്റ്റ് മെൻഷൻ ചെയ്യാം, കീപ്പ് ചെയ്യാം. അതുകൊണ്ട് ഇതൊക്കെ എലി എന്ന് തട്ടിയതിൻ്റെ വേസ്റ്റ് അടിച്ചിരിക്കുകയാണ് ഇതിനകത്ത് ഡ്രൈവ് ബെൽറ്റിൽ. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം, വാട്ടർ വാഷ് ചെയ്യണം. പിന്നെ വേറെ പൈപ്പുള്ള കാര്യങ്ങൾ ബുദ്ധിമുട്ടൊന്നും. ഇതൊക്കെ റേഡിയേറ്ററിൻ്റെ ഹോസുകളാണ്, അതൊക്കെ എല്ലാ സർവീസിലും പക്കയായിട്ട് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇതിൽ പുതിയ വണ്ടി ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതുപോലെ ടർബോൻ്റെ ഹോസാണ് ഇത് മാനിഫോൾഡിലേക്ക് വരുന്നത്. ടർബോ എന്ന് വരുന്ന ലൈനാണ്, ഇൻ്റർകൂളർ വേണ്ട അങ്ങനെ വരും. അതുപോലെ തന്നെ ഇതിൻ്റെ എയർ ഫിൽറ്റർ കംപ്ലൈൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇൻഡിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഇൻഡിക്കേഷൻ ഉണ്ട്. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെഡ് മാർക്ക് ഉണ്ട് അടിയിൽ കേട്ടോ. ആ റെഡ് മാർക്ക് ഇവിടെ വന്ന് നിൽക്കും, ഈ താഴെ വന്ന് നിൽക്കും. ഇപ്പോൾ റെഡ് മാർക്ക് ഇതിൽ താഴെ വന്ന് നിന്നതാണ്. ഞാൻ പ്രസ് ചെയ്തപ്പോൾ മുകളിലേക്ക് പോയതാണ്. അപ്പോൾ എയർ ഫിൽറ്റർ ചിലപ്പോൾ മേ ബി ബ്ലോക്ക് ഉണ്ടാകുമ്പോഴാണ്
ഇതിൽ കംപ്ലൈൻറ്റ് വരുന്നത്. ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ എന്താ ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഞ്ചിനിൽ സക്ക് ചെയ്യും, വാക്വം സക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ ഇതിലൊരു നിശ്ചിത പ്രഷർ, നിശ്ചിത വാക്വം വരുമ്പോൾ ഇതിങ്ങോട്ട് വരില്ല സ്പ്രിംഗ് ലോഡർ കൊണ്ട്. അതല്ല, ഇതിൽ ഫുള്ള് വാക്വം ക്രിയേറ്റ് ചെയ്യണം. എന്താ വെച്ചാൽ എയർ ഫിൽറ്ററൊന്നും എഞ്ചിനിലേക്ക് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ സ്പ്രിങ്ങിൻ്റെ ആക്ഷനേക്കാളും കൂടുതൽ വാക്വം ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നേരെ താഴത്തേക്ക് വരും. താഴത്തേക്ക് വരുമ്പോൾ ആ റെഡ് മാർക്ക് കൂടെ വരും. റെഡ് മാർക്ക് കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും കൺഫേംലി എയർ ഫിൽറ്റർ മാറ്റി തന്നെ ആവണം. എന്താ വെച്ച് കഴിഞ്ഞാൽ എയർ ഫിൽറ്റർ ബ്ലോക്ക് ആകുന്നതുകൊണ്ടാണ് ഈ ട്യൂബിൻ്റെ ഉള്ളിൽ വാക്വം കൂടുതൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ സാധനം റെഡിലേക്ക് താഴത്തേക്ക് വരും. അപ്പോൾ അത് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം. റെഡിലേക്ക് വന്നാൽ ഒന്നും നോക്കണ്ട, എയർ ഫിൽറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യാം. ജസ്റ്റ് കുറച്ച് ഓയിലി ആയിരിക്കും എയർ ഫിൽറ്റർ. നമുക്ക് ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അഴിച്ച് ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഓയിലായതുകൊണ്ട് അതിൽ നിറയെ മട്ടി ഉണ്ടാവും, പൂഴികൾ നിറയെ ഉണ്ടാവും. അത് നമുക്ക് എടുത്ത് കളയാൻ പറ്റില്ല, ഓയിലായതുകൊണ്ട് അങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ ഇതിൻ്റെ എയർ ഫിൽറ്റർ എന്തായാലും നമുക്ക് മാറ്റിവിടാം. ഈ എയർ ഫിൽറ്റർ ബ്ലോക്ക് ആകുമ്പോൾ നമുക്ക് പുള്ളിങ് കറക്റ്റ് കിട്ടില്ല, വണ്ടി എത്ര തന്നെ കാല് കൊടുത്താലും നീങ്ങില്ല. അതുപോലെ എഞ്ചിനും കംപ്ലൈൻറ്റ് തന്നെയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഫ്രീ എയർ ഉള്ളിലേക്ക് കയറി പോകണം, എന്നാൽ മാത്രം തന്നെ എഞ്ചിൻ കറക്റ്റ് പെർഫെക്റ്റ്ലി എന്താ പറയുക മറ്റേ വർക്കിംഗ് കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ എയർ ഫിൽറ്റർ ഒന്ന് മാറ്റിവിടാം. അതുപോലെ തന്നെ നമ്മൾ എയർ ഫിൽറ്റർ മാറിയ ഉടനെ തന്നെ ഇത് പ്രസ് ചെയ്ത് എയർ ഫിൽറ്റർ മാറി തന്നെ നമ്മൾ ഇതിൻ്റെ ടോപ്പൊന്ന് ചുമ്മാ ഒന്ന് പ്രസ് ചെയ്ത് വിട്ടാൽ മതി. ഈ റെഡ് നേരെ മുകളിലേക്ക് പോകും. റീസെറ്റ് ചെയ്യുന്നതാണ് ഇതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ 4 ബ്രേക്ക് നമ്മൾ ബ്ലീഡ് ചെയ്യുന്നുണ്ട്. എല്ലാ സർവീസിലും നമ്മൾ ചെയ്യാറുള്ളതാണ്. ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ബ്ലീഡ് ചെയ്യും. 4 ബ്രേക്കും ബ്ലീഡ് ചെയ്ത് വരും. എന്നാൽ തന്നെ പെഡൽ കറക്റ്റായിട്ട് പെർഫെക്റ്റ്ലി ടോപ്പായി നിൽക്കുള്ളൂ. അല്ലാത്ത പക്ഷം പെഡൽ കറക്റ്റായിരിക്കില്ല, ചിലപ്പോൾ താഴ്ന്നു നിൽക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാ 10K സർവീസിലും 4 ബ്രേക്കും സർവീസ് ചെയ്യുന്നതിനോടൊപ്പം ബ്ലീഡും കൂടെ ചെയ്യാറ്. ബ്ലീഡിംഗ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ കംപ്ലീറ്റ് ഓയിൽ ഡ്രെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓയിൽ ഫിൽറ്റർ അഴിച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമ്മളിതിൽ ഒഴിക്കുന്നത് മൊബൈൽ ഓയിലാണ്. സിന്തറ്റിക് ഓയിലാണ്. മൊബൈൽ ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് നമ്പർ 1 ഓയിൽ തന്നെയാണ് മൊബൈൽ ഓയിൽ. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ വേൾഡ് നമ്പർ 1 ഓയിൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ ഓയിൽ നമ്മൾ റെക്കമെൻഡായിട്ട് വരുള്ളൂ. എന്താ വെച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ്റെ കറക്റ്റ് വിസ്കോസിറ്റി, എഞ്ചിൻ്റെ പെർഫോമൻസിന് കറക്റ്റ് ലെവലിലാണ് വിസ്കോസിറ്റി, അതുപോലെ തന്നെ എഞ്ചിൻ ഓയിലിൻ്റെ ക്വാളിറ്റിയും അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വേൾഡ് നമ്പർ 1 ആകാനും കാരണം. അത് നമ്മൾ എല്ലാ വണ്ടിക്കും ഈയൊരു എന്താ പറയുക മൊബൈൽ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. വേറെ ഏത് ഓയിലും നമ്മൾ റെക്കമെൻഡ് ചെയ്യില്ല. വേറെ ഏത് ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ അത് കസ്റ്റമർ കൊണ്ടുവന്ന് ഒഴിക്കുക തന്നെ ചെയ്യണം. നമ്മുടെ ഗ്യാരേജിൽ മൊത്തം മൊബൈലിൻ്റെ ഓയിൽ മാത്രമേ യൂസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം അത് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പെർഫോമൻസ് പക്കാ മനസ്സിലാക്കാൻ പറ്റും. അതുമാത്രമല്ല, നമ്മളിപ്പോൾ ഒരു സർവീസിന് നമ്മൾ മൊബൈൽ ഓയിൽ ഒഴിച്ചതിന് ശേഷം മൊബൈൽ സിന്തറ്റിക് ആയിക്കോട്ടെ, നോർമൽ ആയിക്കോട്ടെ, പെട്രോൾ വണ്ടിയുടെ നോർമൽ ആയിക്കോട്ടെ, ഏതാണെന്നുണ്ടെങ്കിലും ഒഴിച്ചു കഴിഞ്ഞിട്ട് ഒരു 10,000 കിലോമീറ്റർ കഴിഞ്ഞിട്ട് നിങ്ങൾ ആ ഓയിലിൻ്റെ കണ്ടീഷൻ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒഴിച്ചതിനിവിടെ ചെറിയൊരു വ്യത്യാസം, എന്താ വെച്ചാൽ കളറിലാണെന്നുണ്ടെങ്കിലും അതിൻ്റെ വിസ്കോസിറ്റിയിലാണെന്നുണ്ടെങ്കിലും നേരിയൊരു വ്യത്യാസം മാത്രമേ വരുള്ളൂ. അപ്പോൾ നമ്മൾ ചില വർക്ക്ഷോപ്പുകളിലൊക്കെ പല കസ്റ്റമറും വരാറുണ്ട് നമുക്കിവിടെ എഞ്ചിൻ ഓയിലിൻ്റെ കണ്ടീഷൻ ഒന്ന് നോക്കുമെന്ന് പറഞ്ഞിട്ട്. അതായത് നമ്മൾ സ്റ്റിക്ക് തുറന്നിട്ട് അതിൻ്റെ ഓയിൽ എടുത്തിട്ട് ഇങ്ങനെ മയം നോക്കിയിട്ട് കുഴപ്പമില്ല, പിന്നെ അതിൻ്റെ കളറും നോക്കും, കുഴപ്പമില്ല സാറേ എന്ന് പറയും. അപ്പോൾ ഇത് 10,000 കിലോമീറ്റർ ഓടിയാലും ഈ ഓയിൽ നമ്മൾ സ്റ്റിക്കിൽ നിന്ന് എടുത്തിട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു 2,000 കിലോമീറ്റർ ഓടി അതിൻ്റെ ഒരു ഫീലിംഗ് അതിനകത്ത് കാണിക്കുള്ളൂ. അപ്പോൾ എപ്പോഴും കിലോമീറ്റർ നോക്കിയിട്ട് വേണം അതിനകത്ത് മാറാനായിട്ട്. അല്ലാതെ ഒരിക്കലും ഈ മൊബൈൽ ഓയിലിൻ്റെ കണ്ടീഷൻ നമുക്ക് ഓടിയ വണ്ടിയുടെ നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ കഴിയില്ല. അതുപോലെ ഡീസൽ വണ്ടിയുടെ ആണെന്നുണ്ടെങ്കിൽ സ്റ്റിക്കിൽ നോക്കിയാലും അത്രയ്ക്ക് അങ്ങോട്ട് ബ്ലാക്ക് ആവില്ല. അതിനകത്ത് ഒരു വൈറ്റ് ഷെയ്ഡ് തന്നെ എപ്പോഴും ഫീൽ ചെയ്യുക അതിനകത്ത്. അപ്പോൾ എപ്പോഴും നമ്മളിവിടെ ചെയ്യുന്നത് ഫുള്ളി മൊബൈൽ ഓയിലാണ് കംപ്ലീറ്റും ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒഴിക്കുന്നത് മൊബൈൽ ഓയിലിൻ്റെ 5W30 ഫുള്ളി സിന്തറ്റിക് ഓയിലാണ് ഇതിനകത്ത് ഒഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിനകത്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജനറൽ സർവീസാണ് ചെയ്തിരിക്കുന്നത്. വേറെ പ്രത്യേകിച്ച് വർക്കുകളൊന്നും ചെയ്തിട്ടില്ല. അതുപോലെ സസ്പെൻഷനും എല്ലാ ഭാഗങ്ങളൊന്നും ചെക്ക് ചെയ്തു. ജനറൽ സർവീസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ വേറെ കംപ്ലൈന്റ് ഒന്നും ഇല്ല ഇതിനകത്ത്. പിന്നെ വണ്ടി മൊത്തം കസ്റ്റമൈസ് ചെയ്തതുകൊണ്ട് അതിൻ്റെതായ ചെറിയൊരു വൈബ്രേഷനും സൗണ്ടുകളും മാത്രം ഉണ്ട്. എന്താ വെച്ചാൽ വീലുകളൊക്കെ വലുതാണ്, പിന്നെ ബാക്ക് ബോഡി
അവര് എക്സ്ട്രാ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അതിന്റെയൊക്കെ ചെറിയൊരു വൈബ്രേഷൻ സൗണ്ട് മാത്രമേ ഉള്ളൂ, ചെറിയ തോതിൽ. വേറെ സസ്പെൻഷൻ പരമായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ വണ്ടിയിൽ എഞ്ചിൻ പരമായിട്ടോ യാതൊരു ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ബൈ.